ഗൈസ്, എല്ലാവരും ഹാപ്പി ആണെന്ന് വിചാരിക്കണു. ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്തിരുന്നില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാരൊക്കെ ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ എൻ്റെ ഒരു കുഞ്ഞു ചാനലാണ്, കുറച്ച് ആൾക്കാരൊക്കെ അത് ശ്രദ്ധിക്കാൻ തുടങ്ങി, കുറച്ച് ആൾക്കാരൊക്കെ അതിൽ വീഡിയോ വരുന്നുണ്ടോ അല്ലെങ്കിൽ എന്താ വീഡിയോ ഇടാത്തെന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. എന്താ പറയുക, ഭയങ്കര ഒരു 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 കുറച്ചും കൂടി വീഡിയോസ് ഇനി ഇടാനുള്ള ഒരു ഊർജ്ജം എന്നൊക്കെ അറിയില്ലേ. ഞാൻ ഒന്നാമത് ഹെൽത്ത് വൈസ് ഒക്കെ അല്ലായിരുന്നു, അപ്പൊ ഈ കമന്റ് കണ്ടപ്പം ഭയങ്കര ഹാപ്പിയായി. സോ ഇന്നത്തെ വീഡിയോ ജൂലൈ 2 ഇന്ന്. നമ്മുടെ 2026 പകുതി ഭാഗം കഴിഞ്ഞു. മെയിൻലി എന്താന്ന് വെച്ചാല് ഞാൻ ആലോചിക്കുകയാണെങ്കിൽ 2026 അപ്പത്തിനും പകുതി ആയോ, ഇനിയിപ്പോ കുറച്ചുകൂടി കഴിഞ്ഞ് 2027 ആവാണല്ലോ. എനിക്ക് എന്താ വെച്ചാൽ മെയിൻ ആയിട്ട് എന്റെ ബർത്ത്ഡേ വരുന്നത് ജനുവരി 10 അപ്പോ ഞാന് എല്ലാ ഇയർ വരുമ്പോഴും എനിക്ക് എന്താ വെച്ചാല് ന്യൂ ഇയർ എന്നുള്ള സംഭവം എനിക്ക് ആലോചിക്കുമ്പോ അടുത്ത വയസ്സാവാൻ പോണെന്നുള്ളൊരു സംഭവം വരും. അതാണ് ഇനിയിപ്പല്ലേ എന്റെ ബർത്ത്ഡേ കഴിഞ്ഞ് ഇനി അടുത്ത ബർത്ത്ഡേ വരാണോ എന്നുള്ളൊരു സാധനം ഇങ്ങനെ വരും. എനിക്ക് ഒന്നാമത് ഫസ്റ്റ് ആയതുകൊണ്ട് തന്നെ. സോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ആലോചിച്ചു, ഇപ്പല്ലേ കഴിഞ്ഞെന്നുള്ളൊരു സംഭവം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ഡൺ ലിസ്റ്റ് തയ്യാറാക്കാന്ന് വിചാരിച്ചു. കാരണം നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നവർ കണ്ടിട്ടുണ്ടാവും, എന്റെ വിഷൻ ബോർഡിന്റെ വീഡിയോ. കാണാത്തവരെ കണ്ടു നോക്കുക. ഞാൻ ആദ്യമായിട്ടാണ് വിഷൻ ബോർഡ് ഉണ്ടാക്കണം, അതന്നെ 2026. അതിന് മുന്നൊന്നും ഞാൻ വിഷൻ ബോർഡ് എന്താന്ന് പോലും അറിയില്ലായിരുന്നു. കാരണം എന്താ വെച്ചാല് ഞാൻ യൂട്യൂബിലായിക്കോട്ടെ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് കാണുക അതൊക്കെ കുറവാണ്. മെയിൻലി ഞാൻ കാണുകയാണെങ്കിൽ എന്തെങ്കിലും പെയിന്റ് ചെയ്യുന്നൊക്കെ കാണുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫിന്റെ എന്തെങ്കിലും കാണാം, ഇതൊക്കെ കാണുള്ളൂ. അല്ലാതെ ഇങ്ങനത്തെ ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും നമ്മുടെ മാനിഫെസ്റ്റേഷൻ ഈ സംഭവമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ ഒരു ഇയറിലാണ് ഞാൻ ഒന്നും കൂടി ശ്രദ്ധിക്കാൻ തുടങ്ങി. അതായത് 2025 ലാസ്റ്റിലൊക്കെയാണ് ഞാൻ അധികം അത് ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോ ഞാൻ ഓക്കെ, എനിക്ക് ഹോപ്പ് ഉണ്ടായിരുന്നു, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്നുള്ളതുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ചും കൂടി സീരിയസ് ആവാൻ തുടങ്ങിയതും ഈ ഒരു സമയത്താണ്. ഐ മീൻ നമ്മുടെ കരിയർ കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി സീരിയസ് ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് തന്നെയാണ് വിഷൻ ബോർഡ് ഉണ്ടാക്കിയത്. ബട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കണോണ്ട് തന്നെ ഞാൻ ഓക്കെ നോക്കാം എന്താവും എന്നുള്ളത് വിചാരിച്ചു. ബട്ട് നമ്മൾ വിഷൻ ബോർഡ് മാത്രം ഉണ്ടാക്കിയാലും പോരാ, അതിനുവേണ്ടി പണിയെടുക്കുകയും വേണമല്ലോ. പക്ഷെ ഞാൻ കുറച്ച് കാര്യങ്ങളിൽ അതിൽ കൊടുത്ത കുറച്ച് കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളൊന്നും ഞാൻ അതിൽ കാണിച്ചിട്ടില്ല വീഡിയോയിൽ. കാരണം ചില ഡ്രീംസ് ഒക്കെ നമ്മൾ പുറത്ത് അത് നടന്നിട്ട് കാണിക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ ഞാൻ എന്ത് ചെയ്തു, അതിൽ വലിയ വലിയ ഡ്രീംസ് ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. എൻ്റെ ആകെ കുറച്ച് ഡ്രീംസ് ഉള്ളായിരുന്നു 2026 ചെയ്യുന്നത്. പക്ഷെ അതന്നെ അത്യാവശ്യം ഹെവി ഡ്രീംസ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നു ഓക്കെ നോക്കാം എന്നുള്ളൊരു സംഭവത്തിലായിരുന്നു. അപ്പൊ എന്റെ വിഷൻ ബോർഡിൽ ഈ ഒരു ഹാഫ് ഇയറിൽ, അതായത് 2026 പകുതി ആയപ്പോ ഞാൻ എന്തൊക്കെ അച്ചീവ് ചെയ്തു എന്നുള്ളതാണ്, എന്തൊക്കെ ഡൺ ചെയ്തു. അപ്പൊ ഡൺ ലിസ്റ്റ് തയ്യാറാക്കലാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഡൺ ലിസ്റ്റ് എന്താണെന്ന് അറിയാലോ, അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. ടു ഡു ലിസ്റ്റ് ഉണ്ടല്ലോ, ടു ഡു ലിസ്റ്റ് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യാനുള്ളത് എന്ന്, ഭാവിയിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് എഴുതി വെക്കുന്നതാണല്ലോ. അപ്പൊ രാവിലെ എണീറ്റിട്ടാണ് അധികം പേരും ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക, എന്നിട്ടാണ് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഞാൻ ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യല് കുറച്ച് കുറവാണ്, ഞാൻ എപ്പോഴെങ്കിലൊക്കെ ചെയ്യും. ബട്ട് എനിക്കത് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഓക്കെ. എന്നിട്ട് ഞാൻ ടു ഡു ലിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഡൺ ലിസ്റ്റിനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടാവും. അത് ജസ്റ്റ് ടിക്ക് ചെയ്യുന്ന സംഭവം അത്രേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് ടിക്ക് ചെയ്യുമ്പോൾ, അത് ഞാൻ നൈറ്റ് കിടക്കുമ്പോഴാണ് ടിക്ക് ചെയ്യുക. അപ്പൊ ടിക്ക് ചെയ്യുമ്പോൾ ഓ ഇത്രയും കാര്യങ്ങൾ ചെയ്തല്ലോ എന്നുള്ളൊരു സാധനം തോന്നും. അതാണ് ഡൺ ലിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ചെയ്ത കാര്യങ്ങൾ എഴുതി വെക്കുക. നമ്മൾ ഈ ദിവസം എത്ര കാര്യങ്ങൾ ചെയ്ത്, അല്ലെങ്കിൽ ഈ മന്ത് എത്ര കാര്യങ്ങൾ ചെയ്തു, അങ്ങനത്തെ എഴുതി വെക്കുമ്പോൾ അത് വലിയ കാര്യം ആവണം എന്നില്ല, ചെറിയ കാര്യങ്ങളായിക്കോട്ടെ നമുക്ക് എഴുതി വെക്കുമ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തല്ലേ, അപ്പൊ എനിക്ക് ഇനിയും കൂടുതൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംഭവം നമ്മുടെ മനസ്സിൽ വരും. ഓക്കെ, അപ്പൊ ഡൺ ലിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മോട്ടിവേഷൻ കിട്ടും. ഓക്കെ ഞാൻ ഇത്രയും ചെയ്തു, അപ്പൊ എനിക്ക് ഇനിയും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സാധനം കിട്ടും. പിന്നെ നമ്മുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഇപ്പൊ ഓക്കെ ഒരു മന്തില് നമ്മൾ ചിലപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും ഈ ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കണം. ലൈക്ക് ഡ്രിങ്കിങ് വാട്ടർ ആയിക്കോട്ടെ, നമ്മൾ ഇത്ര വെള്ളം കുടിക്കണം ഈ മന്ത് എന്നുള്ളൊരു സാധനം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ മന്ത് കഴിയുമ്പോൾ ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഡൺ ലിസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ഈ ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്തു, ഞാൻ ഇത്ര വെള്ളം കുടിച്ചു എന്ന് ചെയ്യുമ്പോൾ അവിടെ ഒരു ഓക്കെ, അപ്പൊ എനിക്ക് പ്രോഗ്രസ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളൊരു സംഭവം നമുക്ക് ആ പ്രോഗ്രസിനെ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നുള്ളത് നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മൾ വെള്ളം കുടിക്കുന്ന കാര്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇനിയിപ്പോ സേവിങ് മണി ആയിക്കോട്ടെ, ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ ചെയ്യുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടും. അപ്പൊ ഇന്ന് ഞാൻ എന്റെ വിഷൻ ബോർഡ് വെച്ചിട്ട് അതിൽ ഞാൻ ഈ 6 മന്ത് കൊണ്ട് എന്തൊക്കെ ഡൺ ചെയ്തു എന്നുള്ള ഒരു ഡൺ ലിസ്റ്റ് ആണ് ചെയ്യുന്നത്. മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ വിഷൻ ബോർഡ് ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു
ഒരു സംഭവം ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ഇതിലുള്ള കാര്യങ്ങളിൽ ട്രൈ ചെയ്യും എന്നുള്ളത്. പിന്നെ ഓൾറെഡി ട്രൈ ചെയ്യുന്ന കാര്യങ്ങളും ഈ ഇയർ സക്സസ് ആക്കണം എന്നുള്ളൊരു സംഭവം എനിക്കുണ്ടായിരുന്നു ഉള്ളിൽ. അപ്പൊ അങ്ങനെയാണ് ഞാൻ എൻ്റെ വിഷൻ ബോർഡിൽ സംഭവം സെറ്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇതാണ് എൻ്റെ വിഷൻ ബോർഡ് വരുന്നത്. നിങ്ങൾ മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും. ഞാൻ ഇതിൽ ചില കാര്യങ്ങൾ കുറച്ച് ബിഗ് ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് ഞാൻ ഐഡ് ചെയ്യാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ അത് അച്ചീവ് ചെയ്തിട്ട് കാണിച്ചാൽ പോരാ. അപ്പൊ ഞാൻ ഇതിൽ മുന്നേ ഐഡ് ചെയ്ത കാര്യങ്ങളും ഞാൻ അച്ചീവ് ചെയ്തത് ഉണ്ട്. അത് ഞാൻ അന്ന് ഐഡ് ചെയ്തിരുന്നു, ബട്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ 2 വിഷൻ ബോർഡ് ഉണ്ടാക്കിയിരുന്നു. അതിൽ ഒന്ന് ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു, ഈ സ്റ്റിക്ക് ചെയ്തത്. അതിന് മുന്നേ തന്നെ ഞാൻ ഫോണിൽ ഉണ്ടാക്കിയിരുന്നു. ഓക്കെ, അപ്പൊ എന്റെ ഫോണിലെ വിഷൻ ബോർഡിൽ ആണ് കൂടുതലും ഞാൻ കുറെ കാര്യങ്ങൾ ആഡ് ചെയ്തിരുന്നത്. അതാണ് ഞാൻ, കാരണം എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും ഫോണാണല്ലോ നോക്കുക. അപ്പൊ എന്റെ വാൾപേപ്പർ തന്നെ അത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ചെയ്യാനുള്ള ഒരു സംഭവം കിട്ടും എന്നുള്ളൊരു മോട്ടിവേഷൻ കിട്ടും. ഇത് കാണുമ്പോഴും പിന്നെ നമ്മൾ അതെപ്പോഴും ആലോചിക്കുമ്പോഴും നമുക്ക് നമ്മുടെ ബ്രെയിൻ തന്നെ അതിന് ഓക്കെ അങ്ങനത്തെ ഒരു സംഭവം വരുമല്ലോ. ബ്രെയിൻ ചിലപ്പം ചെയ്യാൻ തോന്നും. പൊതുവെ ബ്രെയിൻ എന്താ വെച്ചാൽ ആദ്യം നമ്മളൊരു പുതിയ കാര്യം ചെയ്യുമ്പോൾ അത് ചെയ്യണ്ടെന്നേ ബ്രെയിൻ പറയുള്ളൂ. ബട്ട് നമ്മളത് കണ്ട് നിൽക്കുമ്പോൾ ബ്രെയിൻ തന്നെ തോന്നും ഓക്കെ ഇത് ചെയ്യാൻ. അപ്പൊ പിന്നെ നമ്മളും കൂടി ഉന്തി കൊടുത്തു കഴിഞ്ഞാൽ അത് നടക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഫോണിൽ ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്തിരുന്നു. പിന്നെ ഈ വിഷൻ ബോർഡ് ഞാൻ സ്റ്റിക്ക് ചെയ്തത് മെയിൻലി ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു. കാരണം പിന്നെ എനിക്ക് ഓക്കെ എന്റെ വാളിൽ ഒന്ന് ഹാങ് ചെയ്തിട്ട അതും ഒന്നും കൂടി നമുക്ക് ഓക്കെ വലുതായിട്ട് കാണാമല്ലോ. ഫോണിലാകുമ്പോൾ കുറച്ചുകൂടി ചെറുതായിട്ടല്ലേ കാണുന്നത്, കുറച്ചുകൂടി വലുതായിട്ട് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടും കൂടിയാണ്. അപ്പൊ ഫോണിലാണ് ഞാൻ എൻ്റെ മെയിൻ കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നത്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് ഇതിലുണ്ടായിരുന്ന കാശ്മീരി ട്രിപ്പ്. ഇത് ഞാൻ ഈ ഇയറിലല്ല സോറി ഈ ഒരു 6 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. അത് ഞാൻ വിചാരിച്ചിരുന്നു ഓൾറെഡി കാശ്മീർ പോകണം എന്നുള്ളത്. പക്ഷെ ഞാൻ വിചാരിച്ചിരുന്നു അത് ഓക്കെ നടക്കുമായിരിക്കും എന്നുള്ളൊരു സാധനമായിരുന്നു. ബട്ട് നടക്കും എന്നൊരു സാധനം എനിക്കില്ലായിരുന്നു. ബട്ട് അത് നടത്തി. ഓക്കെ, ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ട് ഫുൾ ഗേൾസ് ഉള്ള ട്രിപ്പായിരുന്നു. അപ്പൊ അതിൻ്റെ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് കുറേ ആയി വെച്ചിരിക്കുന്നത്, പക്ഷെ ഇതുവരെ ആയിട്ട് ചെയ്തിട്ടില്ല. അപ്പൊ അത് ചെയ്യണം. പിന്നെ ഞാൻ കംപ്ലീറ്റ് ചെയ്തതാണ് എൻ്റെ ഫോൺ വാങ്ങിച്ചത്, ഐഫോൺ. ഇതൊക്കെ ഞാൻ ഹൈഡ് ചെയ്തിരുന്നു. കാശ്മീർ ട്രിപ്പൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഐഫോണിന്റെ സാധനമൊക്കെ ഞാൻ അധികം ഹൈഡ് ചെയ്തിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അത് അത്യാവശ്യം ഒരു വലിയ ഡ്രീം ആണല്ലോ. എന്നെ സംബന്ധിച്ചിടത്ത് അത് വലിയ ഡ്രീമാണ്, കാരണം ഞാൻ തന്നെ വാങ്ങണം എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഞാൻ ഐഫോൺ വാങ്ങി 6 മാസം കൊണ്ട്. അത് പക്ഷേ മെയിൻ ആയിട്ടുള്ള എന്താ വെച്ചാൽ ഞാൻ കുറച്ചും കൂടി ഇയർ മുന്നേ അതിന് മണി സേവിങ് ഉണ്ടാക്കണോണ്ട് തന്നെ ആ ഒരു സംഭവമായിരുന്നു എൻ്റെ മെയിൻ. ഓക്കെ, ഇനി എന്തെങ്കിലും വില പിടിപ്പുള്ള വാങ്ങുകയാണെങ്കിൽ ഞാൻ ഐഫോണാണ് വാങ്ങുക എന്നുള്ളൊരു സാധനത്തിലായിരുന്നു പോയിരുന്നത്. അത് പക്ഷെ ഈ ഇയർ കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു. ബട്ട് അത് നടക്കും ഞാൻ വിചാരിച്ചിരുന്നില്ല. ബട്ട് അതും അച്ചീവ് ചെയ്തു. അപ്പൊ ഞാൻ ഇന്ന് എന്റെ വിഷൻ ബോർഡ് വെച്ചിട്ടാണ് ഡൺ ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് അറിയില്ല, എന്റെ പ്ലാനർ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇതിൽ തന്നെ സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൽ ഓരോ മന്തും ഹൈലൈറ്റിംഗ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാ മന്തും ഒന്നും ചെയ്യില്ല. എല്ലാ മന്തും എന്ത് ചെയ്തു എന്നുള്ളത് എഴുതി വെക്കാൾ, എന്തൊക്കെയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാതെ വെക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് വെക്കാൾ ഒരു പ്ലാനറിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. വേറെ നമുക്ക് ഈ മന്തിൽ എന്തൊക്കെ അച്ചീവ്മെന്റ് ഉണ്ടായി അങ്ങനെയൊക്കെ നമുക്കൊന്ന് മന്തിനെ റിവ്യൂ ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും ഈ പ്ലാനറിലുണ്ട്. ബട്ട് ഞാൻ അതൊന്നും എപ്പോഴും ചെയ്യലില്ല, അറിയാലോ ഞാൻ ഭയങ്കര മടിച്ചാണ്. പക്ഷെ ഇപ്പോ ഞാൻ എന്താ വെച്ചു ജസ്റ്റ് ഈ 6 മന്തിന്റെ കാര്യങ്ങൾ ഇതിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാന്ന്. അപ്പൊ ഇതിലാണ് ഞാൻ ഡൺ ലിസ്റ്റ് ചെയ്യുന്നത് എന്റെ പ്ലാനറിൽ. അപ്പൊ എന്റെ വിഷൻ ബോർഡിൽ എന്തൊക്കെയാണ് ഞാൻ അച്ചീവ് ചെയ്തത് എന്നുള്ളത്, എന്തൊക്കെയാണ് ഞാൻ ഇതിൽ ചെയ്തു, എന്റെ ഒരു മോട്ടിവേഷൻ ബൂസ്റ്റിംഗ് എന്നറിയില്ല, അതിന് വേണ്ടിയിട്ട് ഒരു ഡൺ ലിസ്റ്റ് ചെയ്യണം. അതിൽ ഫസ്റ്റത്താണ് കാശ്മീരി ട്രിപ്പ്. ഞാൻ മുന്നേ വിഷൻ ബോർഡ് ഉണ്ടാക്കുന്ന വീഡിയോയില് ഞാൻ കാശ്മീരി ട്രിപ്പ് ഒക്കെ കാണിച്ചിട്ടുണ്ടാവും. ബട്ട് ചില ഡ്രീംസ് ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചായിരുന്നു. കാരണം അത് അച്ചീവ് ചെയ്തിട്ട് കാണിക്കാന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം എന്താ വെച്ചാൽ നമ്മള് ബിഗ് ഡ്രീംസ് അത് അച്ചീവ് ചെയ്തിട്ട് കാണിക്കുന്നതാവും ഒന്നുകൂടി ബെറ്റർ എന്നെനിക്ക് അന്നേ തോന്നിയിരുന്നു. അതുകൊണ്ട് ഞാൻ അതൊക്കെ ഹൈഡ് ചെയ്തായിരുന്നു. ബട്ട് അതിൽ അച്ചീവ് ചെയ്ത സംഭവങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം. ഓക്കെ, എന്നാലും കുറച്ചും കൂടി സംഭവങ്ങളുണ്ട്. ഞാൻ അതിൽ കുറച്ച് വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളായിരുന്നു. അപ്പം ഉള്ളത് തന്നെ വലിയതായിരുന്നു അധികം. അത്രയൊന്നും ഞാൻ അച്ചീവ് ചെയ്യാൻ പറ്റൂല എന്നൊക്കെ വിചാരിച്ചിരുന്നു. ബട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും പറ്റുമെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. ഓക്കെ, അപ്പൊ അതിൽ മെയിൻ കാശ്മീരി ട്രിപ്പാണ്. കാശ്മീരി ട്രിപ്പ് ഞാൻ കാണിച്ചായിരുന്നു കേട്ടോ. അപ്പൊ അതില് കാശ്മീരി ട്രിപ്പ് ഞാൻ വെക്കാൻ കാരണം എൻ്റെ ഏറ്റവും വലിയ ഡ്രീം ആയിരുന്നു. പണ്ട് മുതലേ ഉണ്ടോന്ന് വെച്ചാല് എനിക്ക് കശ്മീർ പോവണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനൊരു കൈൻഡ് ഓഫ് ആളായിരുന്നു, അല്ലെങ്കിൽ ഇത്രയൊക്കെ മതി, ഇങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ഇങ്ങനെ മതി, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ആളായിരുന്നു. അതുകൊണ്ട് തന്നെ
കിട്ടൂലെന്ന്, കാശ്മീർ പോകാൻ പറ്റൂലെന്ന് വിചാരിച്ച് എനിക്ക് വലിയ വിഷമമൊന്നും ഇല്ലായിരുന്നു. ബട്ട് ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ എനിക്ക് അത് വേണം, ഇത് വാങ്ങണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനത്തെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ കാശ്മീരി ട്രിപ്പ് എൻ്റെ മെയിൻ ലിസ്റ്റിൽ ഒന്നായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ അച്ചീവ് ചെയ്തു. അതും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ കൂടെ ഞാൻ മെയിൻലി ഞങ്ങളൊരു ഗേൾസ് ട്രിപ്പ് ആയിരുന്നു. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, ബട്ട് അത് നടന്നിട്ടില്ല ഇതുവരെയായിട്ടും. അതെന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട്. നമ്മളൊരു ഫുൾ ഗേൾസ് ട്രിപ്പ് ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു. മെയിൻലി ഗേൾസ് ട്രിപ്പ് പറഞ്ഞാല് അത് ഗേൾസിന് മാത്രമേ മനസ്സിലാവുള്ളൂ അതിൻ്റെ ഒരു ഹാപ്പിനെസ് എന്താന്നുള്ളത്. അത് വേറൊരു വൈബ് തന്നെയാണ്. അപ്പൊ ഭയങ്കര രസമായിരുന്നു. എന്നും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നതും. മെയിൻലി നമ്മൾ ഈ ഒരു ഏജ് ആയല്ലോ, ഐ മീൻ ഒരു PG സമയം, ഒരു 23, എനിക്ക് 23 ആണ്. ആ ഒരു ഏജിൽ നമ്മൾ ആ ഒരു ഏജിലുള്ള ആൾക്കാരെ കൂടെ പോകും, അതൊരു വേറൊരു മെമ്മറി തന്നെ. അങ്ങനെ എൻ്റെ കാശ്മീരി ട്രിപ്പ് ഞാൻ അച്ചീവ് ചെയ്തു. സോ അത് എനിക്കൊരു ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഞാൻ അച്ചീവ് ചെയ്ത സംഭവമാണ് ഐഫോൺ. ഇത് ഞാൻ മുന്നേ കാണിച്ചു തന്നില്ലായിരുന്നു വിഷൻ ബോർഡ് ചെയ്തപ്പോൾ, കാരണം അതെൻ്റെ ഒരു വലിയ ഡ്രീം ആയിരുന്നു. ഒന്നാമത് ഞാൻ അതിന് വേണ്ടിയിട്ട് പൈസ സേവ് ചെയ്യാനൊക്കെ തുടങ്ങിയിരുന്നു. കാരണം ഞാൻ തുടങ്ങിയിരുന്നു എന്ന് പറഞ്ഞാൽ 3 വർഷം ആയിട്ട് അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, സേവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 3 വർഷം ഓക്കെ. സോ ഞാൻ ഐഫോണിന്റെ ഫോട്ടോ കാണിക്കാഞ്ഞ് അന്ന് മെയിൻ ഒരു ബിഗ് ഡ്രീം ആയതുകൊണ്ട് തന്നെ അത് അച്ചീവ് ചെയ്തിട്ട് കാണിക്കുക എന്നുള്ള ഒരു സാധനമായിരുന്നു. അപ്പോൾ അതും ഞാൻ അച്ചീവ് ചെയ്തു, അതും ഈ 6 മന്ത് കൊണ്ട്. സോ അതും എനിക്കൊരു വലിയ കാര്യമായിട്ട് തോന്നുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഇത്രക്ക് കിട്ടിയില്ല, എനിക്ക് ഇത്രക്ക് അച്ചീവ് ചെയ്തില്ല, ഞാൻ ഇത്രക്ക് ചെയ്തില്ല എന്നുള്ളൊരു സംഭവം വരുമ്പോൾ ഐ എം പ്രൗഡ്. ഓക്കെ, ഒരു മോട്ടിവേഷൻ ബൂസ്റ്റിംഗ് എന്ന് പറയാം. പിന്നെ ഞാൻ അച്ചീവ് ചെയ്ത കാര്യമായിരുന്നു യൂട്യൂബ് മോണിറ്റൈസേഷൻ. അത് ഭയങ്കരതായിരുന്നു. കാരണം മറ്റതൊക്കെ ഞാൻ കുറെ ആയിട്ട് ആഗ്രഹിച്ച കാര്യമാണ്. ഐഫോൺ ആയിക്കോട്ടെ, കാശ്മീരി ട്രിപ്പ് ആണെങ്കിലും കുറച്ചും കൂടി കുറെ ആലോചിച്ച കാര്യമാണ്. ബട്ട് മോണിറ്റൈസേഷന്റെ കാര്യം ഞാൻ ആഗ്രഹിച്ചിരുന്നു, ബട്ട് എനിക്കത് കിട്ടൂല എന്നുള്ളൊരു സാധനം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ബട്ട് നമ്മൾ കിട്ടണം എന്ന് വിചാരിച്ചിട്ട് പ്രയത്നിക്കുകയാണെങ്കിൽ അത് കിട്ടും എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഒരു ടൈം കഴിഞ്ഞാൽ എൻ്റെ കുറെ വ്യൂവേഴ്സ് കുറയും എന്നുള്ളൊരു നിലയിലെത്തിയപ്പോൾ ഞാൻ അങ്ങോട്ട് കൺസിസ്റ്റൻസി പിന്നെ എൻ്റെ ഈ വിഷൻ ബോർഡിലെ മെയിൻ തിങ് ആയിരുന്നു. കൺസിസ്റ്റൻസി ഈ ഇയർ എന്തായാലും കീപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് ഞാൻ അച്ചീവ് ചെയ്തിട്ടോ. അപ്പൊ അതൊരു ചെറിയ കാര്യമാണ്. ബട്ട് അതും ചെയ്തെന്ന് പറഞ്ഞാല് ആസ് എ മടിയെത്തി എന്നുള്ള നിലക്ക് എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. ഞാൻ കൺസിസ്റ്റൻസി മാക്സിമം കീപ്പ് ചെയ്യാൻ ശ്രമിച്ചു നോക്കുമ്പോൾ. ഓക്കെ, അപ്പൊ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തുകൊണ്ട് കൂടിയാണ് മോണിറ്റൈസേഷൻ സെറ്റ് ആയത്. അപ്പോൾ ഞാനും യൂട്യൂബ് നിങ്ങൾ യൂട്യൂബ് പാർട്ട്ണർ ആയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരുമല്ലോ നമുക്ക് യൂട്യൂബിന്റെ ഭാഗത്തുനിന്ന്, അങ്ങനെ ഒരു മെസ്സേജ് വരും. ഓക്കെ, അപ്പൊ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടതിനുള്ള ഒരു റിസൾട്ട് കിട്ടി. അതിൽ തന്നെ ഞാൻ ഈ ഒരു ജനുവരി മുതലാണ് കൂടുതൽ എഫേർട്ട് ഇട്ടാൻ തുടങ്ങിയത്. അതിന് മുന്നും കുറച്ച് ടൈം ഉണ്ടായിരുന്നു. ബട്ട് പിന്നെ ഞാൻ വിചാരിച്ചു അതൊന്നും നടക്കാൻ പോണില്ല, അങ്ങനത്തെ ഒരു ചിന്ത വന്നപ്പോൾ പിന്നെ അത് പോയി. ബട്ട് പിന്നെ എനിക്ക് തോന്നി എന്നെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ടല്ലാതെ ആരെ കൊണ്ട് പറ്റുക എന്നുള്ളൊരു സാധനമൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതും അച്ചീവ് ചെയ്യാൻ പറ്റും. സോ യൂട്യൂബ് മോണിറ്റൈസേഷനും ഞാൻ അച്ചീവ് ചെയ്തു. അതും ഞാൻ എൻ്റെ ഹൈലൈറ്റ് ചെയ്ത് വെക്കാണ് എൻ്റെ പ്ലാനറിൽ. പിന്നെ സ്ക്രഞ്ചി സെല്ലിംഗ് ആയിരുന്നു. ഇതിന്റെ ഫോണിലെ വിഷൻ ബോർഡിലാണ്. ഞാൻ 2 വിഷൻ ബോർഡ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. എനിക്ക് 2 വിഷൻ ബോർഡ് ഉണ്ട്, ഒന്ന് സ്റ്റിക്കി ആയിട്ടുള്ളതും ഒന്ന് ഫോണിലും. സോ ആ ഫോണിൽ ഞാൻ ഈ മോണിറ്റൈസേഷന്റെ സാധനമാണെങ്കിലും സ്ക്രഞ്ചിന്റെ സാധനമാണെങ്കിലും എൻ്റെ ഡ്രോയിങ്ങിന്റെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ ഞാൻ അതിലാണ് കൊടുത്തിരുന്നത്. കാരണം ഒന്നും കൂടി എനിക്ക് എപ്പോഴും കാണാൻ പറ്റാതായിരിക്കും, കാരണം എപ്പോഴും ഫോണുമ്മലാണല്ലോ നമ്മൾ. സോ ഞാൻ സ്ക്രഞ്ചി സെല്ലിങ്ങിന്റെ കാര്യം അതിൽ കൊടുത്തായിരുന്നു. അത് ഞാൻ അച്ചീവ് ചെയ്തു. കാരണം എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു റോഡ് സൈഡിലൊക്കെ നിന്നിട്ടൊക്കെ ഇങ്ങനെ സെല് ചെയ്യണം എന്ന്. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് അത് കണ്ടപ്പോൾ എന്താണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് അറിയാനുള്ള ഒരു ത്വര എന്ന് പറയാം, അതുണ്ടായിരുന്നു. സംഭവം കുറച്ച് റിസ്കി ആണ് ഫസ്റ്റ് ഒക്കെ നിൽക്കുമ്പോൾ. ബട്ട് കുറച്ചും കൂടി അതിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഭയങ്കര എന്റർടൈനിങ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബട്ട് റിസ്ക് ഉണ്ട്. അത് ഞാൻ വിചാരിച്ചിരുന്നു ഇവർക്കൊക്കെ സുഖല്ലേ, അങ്ങനെ ഇങ്ങനെ ഇരുന്നാ മതി, വേറൊന്നും സ്ട്രെസ് കാര്യങ്ങളൊന്നുമില്ല, മോളില് ബോസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, സുഖമായിട്ട് പണിയെടുക്കാന്നുള്ളൊരു സാധനമൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. ബട്ട് അത് അങ്ങനെയല്ല, നമ്മളിങ്ങനെ വെയിലത്തിരിക്കണം. അതിന്റെ എക്സ്പീരിയൻസ് പറയണം എന്ന് വിചാരിച്ചിരുന്നു. ബട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ ചെയ്യാം. സോ അതും സക്സസ് ആയി. ഞാൻ സ്ക്രഞ്ചി സെല്ലിങ് ചെയ്തിട്ട് അത്യാവശ്യം പൈസ ആ സ്ക്രഞ്ചിയിൽ എത്രത്തോളം കിട്ടുമോ അത് ഞാൻ എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഈ ഒരു 6 മാസം കൊണ്ട് ഞാൻ അതും അച്ചീവ് ചെയ്തു. അതൊരു ചെറിയ കാര്യമാണോ എന്ന് പറയാൻ പറ്റൂല, അത് അത്യാവശ്യം വലിയ കാര്യമായിരുന്നു എനിക്ക്. കാരണം ഞാൻ കുറച്ച് ദിവസമായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് എനിക്കൊരു ഇൻസെക്യൂരിറ്റി, ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് അതും ഞാൻ ചെയ്തു.
ഇത് ഞാൻ എല്ലാവരോടും പറയും, അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു സ്റ്റോളെങ്കിലും ഇട്ടിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണത് നല്ലതായിരിക്കും. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ കുറച്ചൊക്കെ അതിൽ ഇൻട്രസ്റ്റഡ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ എത്ര വേണമെങ്കിലും അങ്ങനെ ഇരിക്കാനും ക്ഷമയോടെ ഇരിക്കാനൊക്കെ ആ കാര്യത്തിൽ, കാരണം പൊതുവേ ഞാൻ ക്ഷമ കുറച്ച് കുറവുള്ള ആളാണ്. ബട്ട് അന്ന് ഞാൻ അത്യാവശ്യം ക്ഷമയോടെ ഇരുന്ന് മാത്രമല്ല കുറെ നേരം നിന്നായിരുന്നു. അതേപോലെ ഇങ്ങനെ നിൽക്കണം കുറെ നേരം, അതും വെയിലത്ത്. ബട്ട് അതൊരു ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, പിന്നെ സേവ് മണി ആയിരുന്നു. അത് ഞാൻ കുറച്ച് മുന്നേ സ്റ്റാർട്ട് ചെയ്തതാണ്. ബട്ട് ഈ ഒരു 6 മാസത്തിൽ അതെനിക്ക് മുന്നേ ചെയ്ത അത്ര പോലും അത് റെഡിയാക്കാൻ പറ്റിയില്ല. കാരണം എനിക്ക് കുറച്ചും കൂടി എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ വന്നു. മെയിൻലി ഞാൻ പറഞ്ഞല്ലോ, ഈ ട്രിപ്പ് പോയതായിക്കോട്ടെ, ഫോൺ വാങ്ങിച്ചതായിക്കോട്ടെ. അപ്പൊ അതുകൊണ്ട് തന്നെ സേവ് മണി എന്നുള്ള സംഭവം ഈ ഒരു ഇതിൽ റെഡിയാക്കാൻ പറ്റില്ല. ബട്ട് നെക്സ്റ്റ് മന്ത് അല്ല, ഈ മന്ത് ഞാനത് റീസ്റ്റാർട്ട് ചെയ്യും. ഇനി അങ്ങോട്ട് സേവ് മണി അത് പക്കാണ്, അത് ഇല്ലെങ്കിൽ നടക്കൂല. അപ്പം മണി സേവിങ് ഞാൻ കുറച്ചെങ്കിലും റെഡി ആക്കാൻ ശ്രമിക്കും. അപ്പൊ അതും അച്ചീവിങ്ങിൽ വേണമെങ്കിൽ കൂട്ടാം. കാരണം ഞാൻ സേവ് ചെയ്ത പൈസക്കാണ് ഞാൻ ട്രിപ്പൊക്കെ പോയത്. സോ അച്ചീവില് നമുക്ക് അതും എഴുതി വെക്കാം, മെയിൻ ഡൺ ലിസ്റ്റിൽ. ഓക്കെ, നോട്ട് അച്ചീവ്. സോ നമുക്ക് അതും ഡൺ ലിസ്റ്റിൽ എഴുതി വെക്കാം. കാരണം ഞാൻ ഇത്രയും സേവ് ചെയ്ത പൈസ കൊണ്ടാണല്ലോ ഞാൻ ട്രിപ്പ് പോയതും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. സോ അത് നമുക്ക് എഴുതി വെക്കാം. സോ സേവിങ് മണി ഓക്കെയാണ്. പിന്നെ ഞാൻ ചെയ്ത കാര്യങ്ങൾ ചെറിയ കാര്യങ്ങളാണ്. അതിൽ മെയിൻ ആയിട്ട് ഡ്രോയിങ് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തെന്നുള്ളത്. അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചാൽ, ഒന്നാമത് എനിക്ക് ഇത് വീഡിയോ എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. കാരണം അതൊരു ഷോർട്ട് ആക്കിയിട്ട് ഓരോ ഈ സീരീസ് പോലെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. സോ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 4-5 വീഡിയോസൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത്രയും പ്രാക്ടീസ് ഞാൻ ചെയ്തു, 5 പ്രാക്ടീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ബട്ട് അത്രേ ചെയ്തുള്ളൂ എന്ന് എനിക്കറിയാം. കാരണം അത് 30 ടൈപ്പ് ഓഫ് പ്രാക്ടീസ് ഉണ്ട്. സോ ഞാൻ ഒരു 1 മന്ത് സീരീസ് ആക്കിയിട്ട് അങ്ങനെ ചെയ്യാന്നാ വിചാരിക്കണം. ബട്ട് ഇതുവരെയായിട്ടും അത് ഫുൾ ആയില്ല. ബട്ട് അതിനൊരു ഒരു ഇനീഷ്യേറ്റീവ് ഞാൻ എടുത്തല്ലോ, അതന്നെ വലിയ കാര്യമാണ്. ഓക്കെ, ആസ് എ മടിച്ചി എന്നുള്ള നിലയ്ക്ക് ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തിണെങ്കിൽ അത് വലിയ കാര്യമാണ്. ഓക്കെ, ഇനിയും ഇതിൽ കുറെ ചെറിയ കാര്യങ്ങളുണ്ട്. വെള്ളം കുടിക്കുന്നതായിക്കോട്ടെ, അതൊക്കെ ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ നിങ്ങളിപ്പോ ഞാൻ വായിച്ച കാര്യങ്ങളൊക്കെ വലിയ കാര്യങ്ങളാന്ന് എനിക്കറിയാം. കുറെയൊക്കെ അതൊക്കെ അച്ചീവ് ചെയ്യണോ അങ്ങനല്ല. ഡൺ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇന്നിപ്പോ ടു ഡു ലിസ്റ്റ് ചെയ്യണം. ഓക്കെ, രാവിലെ എണീറ്റിട്ട് എനിക്കിത് ചെയ്യണം, ഞാൻ ഇത്രയും ബുക്ക് വായിക്കും, ഇത്രയും പെയിന്റ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഈ നേരത്തെ എണീക്കും. ഇതൊക്കെ നമ്മൾ ടു ഡു ലിസ്റ്റിൽ ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ രാത്രി അത് എടുത്തിട്ട് ഡൺ ലിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അതിങ്ങനെ ടിക്കിട്ട് പോകും ഡൺ ലിസ്റ്റിൽ. ആ ടിക്കിട്ട് പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു സംഭവം കിട്ടുക. ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തൂല്ലേ, ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇതാക്കിയില്ലേ, അങ്ങനെ. അപ്പം നമ്മൾ ഈ പ്ലാനിലില്ല, ടു ഡു ലിസ്റ്റിൽ പ്ലാൻ ചെയ്ത് വെക്കാത്ത കാര്യം ചിലപ്പം ചെയ്തിട്ടുണ്ടാവാം. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ, ആരെങ്കിലും ഹെൽപ്പ് ചെയ്യേ, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതും കൂടി ചെയ്ത് വെക്കുമ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്തില്ലേ എന്നുള്ളൊരു സാധനം നമുക്ക് വരും. അത് കുഞ്ഞു തിങ്ങാണ്, ചിലപ്പോൾ നമ്മൾ അത് ആലോചിക്കുക പോലും ഇല്ല. ബട്ട് എഴുതി വെക്കുമ്പോൾ അതൊരു നമ്മുടെ ബ്രെയിനായിക്കോട്ടെ, നമ്മുടെ മനസ്സിനായിക്കോട്ടെ, അത് ഭയങ്കര ഹാപ്പിനെസ് കിട്ടുന്ന ഒരു സംഭവമാണ്. സോ നിങ്ങൾക്ക് ഡൺ ലിസ്റ്റ് കുഞ്ഞു കാര്യങ്ങളിലും ചെയ്യാൻ പറ്റും. ഓക്കെ, ടു ഡു ലിസ്റ്റ് ചെയ്യുമ്പോൾ ഡൺ ലിസ്റ്റ് ചെയ്താൽ മതി. അത് രാത്രി ആകുമ്പോൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ മന്ത്ലി ചെയ്താലും മതി. അത് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ആയിരിക്കും. അപ്പൊ ഞാൻ ഇതിന്റെ ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കുന്നുണ്ട്. അത് കുറച്ചും കൂടി ഒരു വൃത്തിയിൽ ഒരു കളർഫുൾ ആയിട്ട് ചെയ്യാന്ന് ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഇത്രയും ആഡംബരൊക്കെ. ബട്ട് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആയിരിക്കും. ഞാൻ എൻ്റെ പ്ലാനർ കുറെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോ എന്നുള്ളൊരു സാധനം തോന്നുമ്പോൾ എനിക്കൊരു മോട്ടിവേഷൻ. സോ 6 മന്തിൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. അതെന്റെ പഠിത്തം കൂടി കൊണ്ടുപോയി, പഠിത്തവും വർക്കും ഇതിന്റെ ഇടയിൽ ഞാൻ വിചാരിച്ച കുറച്ച് കാര്യങ്ങളും കൂടി എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റിയെന്ന്, ഡൺ ചെയ്യാൻ പറ്റിയെന്ന് തോന്നുമ്പോൾ ഐ ആം പ്രൗഡ്. പിന്നെ ഇതിൽ തന്നെ എൻ്റെ പ്ലാനിൽ ഇല്ലാത്ത കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, ഓക്കെ, ഞാൻ എൻ്റെ ഈ ഒരു സ്പേസ് ഡെക്കർ ചെയ്തത് ഈ ഒരു 6 മന്തിലായിരുന്നു. പിന്നെ എനിക്ക് ഇങ്ങനൊരു സ്പേസ് വേണം എന്നൊക്കെ ആഗ്രഹം വന്നത് തന്നെ ഈ ഒരു സമയത്താണ്. അതന്നെ പറഞ്ഞില്ലേ, ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് കുറേ നല്ല കാര്യങ്ങൾ വരാൻ തുടങ്ങിയത്. നമ്മളൊന്നും കൂടി ഓക്കെ നല്ലത് മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കോ നമ്മുടെ ഓൾറെഡി ഉള്ള സ്വഭാവം മാറ്റിയിട്ട് നമ്മൾ എന്തിനാ ഇങ്ങനത്തെ കാര്യങ്ങൾ ഷോ ചെയ്യണമെന്ന്. അങ്ങനെയല്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നല്ല കാര്യങ്ങളാണ്. അത് നമ്മള് സെൽഫിനെ ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അതെന്താ ചെയ്യണേന്,
നമ്മൾ പഴയ പോലെ തന്നെ നിക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ. നമ്മൾ എവിടുന്നാണോ തുടങ്ങിയത് ഇപ്പൊ എവിടെ എത്തി എന്നൊക്കെ നോക്കുമ്പോ ഒന്നും ചെയ്തില്ല എന്നുള്ളതിനാട്ടി നല്ലതല്ലേ ഇപ്പൊ ഇത്രയും കാര്യം ചെയ്തു എന്നുള്ളൊരു സംഭവം വരുന്നേ. സോ നമ്മുടെ കാര്യങ്ങൾ ചേഞ്ച് ചെയ്തിട്ട്, നമ്മുടെ സെൽഫിനെ ചേഞ്ച് ചെയ്തിട്ട് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്, എന്തിനാണ് കോണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചിന്തിക്കുന്നതായിട്ടും നല്ലത്. എനിക്ക് തോന്നിയിട്ടുള്ള കോണ്ടന്റ് ക്രിയേഷന് നമ്മുടെ സെൽഫിനെ തന്നെ ഇമ്പ്രൂവ് ചെയ്യും. നമ്മൾ കുറച്ചും കൂടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. അത് നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനെയും ഒക്കെ ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് കരിയറിനായിക്കോട്ടെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നമ്മൾ ഒക്കെ ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ടോട്ടലി ചേഞ്ച് ആവില്ലല്ലോ, നല്ല കാര്യങ്ങൾ ആഡ് ചെയ്യാണല്ലോ ചെയ്യുന്നത്. നമ്മൾ മറ്റേ ഷോയിങ് അല്ലല്ലോ, ഇങ്ങനെ കാണിക്കാം അങ്ങനെ കാണിക്കാം, അതല്ലല്ലോ. നമുക്ക് നല്ല കാര്യങ്ങൾ കിട്ടുന്നതും നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതും മാത്രമാണല്ലോ. അപ്പം അത് ഒരു നെഗറ്റീവായിട്ട് എടുക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് തോന്നിയത് എന്താ വെച്ചാല് ഞാൻ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയത് കോണ്ടന്റ് ക്രിയേഷൻ കൊണ്ടാണ്. ഞാൻ കുറച്ചും കൂടി കാര്യങ്ങൾ പ്രൊഡക്റ്റീവായി വെറുതെ ഇരിക്കുന്ന സമയം കുറേയൊക്കെ കുറവുണ്ട് പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ. എന്നാലും ഉണ്ട്, ബട്ട് പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ കുറെ റീൽസ് കാണാം, അതൊക്കെ കുറച്ചും കൂടി കുറവായിട്ട് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ഐഡിയ നോക്കാൻ വേണ്ടിയിട്ട് പോവും, അല്ലെങ്കിൽ നെക്സ്റ്റ് എന്ത് ചെയ്യും എന്നുള്ളത് ചെയ്തിട്ട് ആലോചിച്ചിട്ട് അതിന്റെ കുറച്ച് പ്രിപ്പറേഷൻസ് ചെയ്യും. അപ്പൊ ഇതിലൊക്കെ എൻ്റെ ഗ്രോത്ത് ആണ് നടക്കുന്നത്. അല്ലെങ്കിൽ ആ സമയം ഞാൻ റീലും കണ്ടിരുന്നാൽ ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നണില്ല, അതെന്തായാലും നമുക്കൊരു ഡൗൺ സംഭവമേ തരുള്ളൂ. അപ്പൊ ഗ്രോത്ത് തരണ്ടെങ്കിൽ പിന്നെ ഇതെന്താ നല്ലതല്ലേ. അപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ എൻ്റെ പ്ലാനിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഒന്ന് ഡെസ്ക് ഡെക്കോർ. ഇത് മൊത്തം ഞാൻ ഒന്നാമത് എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ നല്ലൊരു സ്പേസ് വേണമെന്നുണ്ടായിരുന്നു. അതൊരു കുഞ്ഞു സ്പേസ് ആണ്. നാട്ടിൽ പോയിട്ട് എന്തായാലും എനിക്ക് എൻ്റെ റൂം മൊത്തം സെറ്റ് ആക്കണം എന്നുള്ളൊരു ഡ്രീമിലൊക്കെയാണ് ഞാൻ നിൽക്കണത്. നെക്സ്റ്റ് പിന്നെ ഞാൻ ഈ പ്ലാനിൽ ഇല്ലാത്തതായിരുന്നു ട്രിയൂണ്ട് ട്രക്ക്. അത് പക്ഷേ എനിക്ക് ഇവിടുന്ന് പോണതിന്റെ മുന്നേ, അതായത് ഞാൻ ഇപ്പൊ ധർമ്മശാലയാണല്ലോ, ഐ മീൻ ഹിമാചല്, അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്നിട്ട് ട്രിയൂണ്ട് ഇവിടെ അടുത്താണ്. അപ്പൊ നമുക്ക് ഇത്രയും കാലമായിട്ട് പോകാൻ പറ്റില്ല അറിയുമ്പം അതെന്തോ ഒരു ഇതല്ലേ. ഇവിടെ വന്നിട്ട് നമ്മൾ അത് പോയില്ല, അത് 2 വർഷം നിന്നിട്ട് എന്നൊക്കെ ആലോചിക്കുമ്പോൾ അപ്പൊ ഞാൻ ട്രിയൂൺ ട്രക്ക് കംപ്ലീറ്റ് ആക്കി. അതും എൻ്റെ ഗേൾസ് ഗ്യാങ്ങിന്റെ കൂടെ ആയിരുന്നു. അതൊക്കെ ഭയങ്കര, അതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളത് വേണമെങ്കിൽ കണ്ടുനോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒപ്പീനിയന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതും പ്ലാനിലില്ലാത്ത കാര്യമായിരുന്നു, അതും ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്ലാനിലില്ലാത്ത കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. ഓക്കെ, പെയിന്റിങ് റീസ്റ്റാർട്ട് ചെയ്തു. മറ്റേ ഡ്രോയിങ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു, ബട്ട് പെയിന്റിങ് ഞാൻ റീസ്റ്റാർട്ട് ചെയ്തത് ഇപ്പോഴാണ്. അതും എനിക്ക് കുറച്ചും കൂടി, എനിക്ക് ഒന്നാമത് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തായിരുന്നു ഒരു ഷോർട്സ്. ഞാൻ ഭയങ്കര സ്ട്രെസ് ഉണ്ടാകുമ്പോൾ മാത്രമേ പെയിന്റിങ് ചെയ്യുള്ളൂ. എനിക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെയിന്റിങ് ചെയ്യാറെന്നുള്ളത്. പക്ഷെ അത് മാറ്റിയിട്ട് എനിക്ക് പെയിന്റിങ് കുറച്ചുകൂടി സീരിയസ് ആക്കിയിട്ട് എടുക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പൊ അതും ഈ ഒരു ഇയർ ആണ് എനിക്ക് വന്നു തുടങ്ങിയത്. ഓക്കെ, അപ്പൊ ഈ ഒരു 6 മന്തിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഇനിയുണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഞാൻ ആലോചിച്ചിട്ട് കിട്ടണില്ല. സോ ഇതാണ് ആലോചിച്ചിട്ട് കിട്ടാത്തതിനായിട്ട് നല്ല നമ്മൾ ആ ഡെയിലി എഴുതിയിട്ട് എന്താ പറയാ ഡൺ ലിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവോ ഇത്ര ചെയ്തു എന്നുള്ളൊരു സംഭവം. ഓക്കെ, സോ ഈ വിഷൻ ബോർഡിൽ ഇല്ലാത്തയും കുറച്ചും കൂടി ഗുഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വേറെയും നടന്നിട്ടുണ്ട്. എനിക്ക് ചിലതൊന്നും ഐ മീൻ ഓപ്പൺലി പറയാൻ പറ്റാത്തതും ആയിട്ടുള്ളതും ഒക്കെ എനിക്ക് കുറെ നല്ല നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം. നമ്മൾ കുറെ മുന്നേ ആഗ്രഹിച്ചതായിക്കാരം, പിന്നെ നമ്മളത് വിട്ടിട്ടുണ്ടാവും, ബട്ട് അത് പിന്നെ നമ്മളേക്ക് വരുമല്ലോ. അങ്ങനത്തെ കുറച്ച് നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ അതും നമുക്ക് എഴുതി വെക്കാം. നമ്മൾ വിഷൻ ബോർഡിലുള്ളത് തന്നെ വേണം, അല്ലെങ്കിൽ ഞാൻ പ്ലാൻ ചെയ്തത് തന്നെ കിട്ടണം, അത് മാത്രമാണ് ഞാൻ ഡൺ ലിസ്റ്റ് ചെയ്തുള്ളൂ എന്നൊന്നും വേണ്ട. നമുക്ക് എന്തൊക്കെയാണോ ഹാപ്പിനെസ് കിട്ടിയത്, എന്തൊക്കെയാണോ നമ്മൾ അച്ചീവ് ചെയ്തത്, അതൊക്കെ നമുക്ക് നമ്മുടെ ഡൺ ലിസ്റ്റിൽ എഴുതി വെക്കാം. സോ വിഷൻ ബോർഡ് ചെയ്യണം എന്ന് ഞാൻ നിർബന്ധമായിട്ട് പറയൂല, ദാറ്റ്സ് യുവർ വിഷ്, ബട്ട് ട്രൈ യുവർ ബെസ്റ്റ്. ഇനി ചെയ്താൽ തന്നെ അതെല്ലാം അച്ചീവ് ചെയ്യണം പറ്റണം എന്നില്ല, ബട്ട് അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് കൊണ്ടിരുന്നാൽ അതെന്തായാലും അച്ചീവ് ചെയ്യാൻ പറ്റും. സോ ട്രൈ യുവർ ബെസ്റ്റ്, ദാറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ്. അപ്പൊ ഞാൻ എൻ്റെ ഡൺ ലിസ്റ്റ് ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഡൺ ലിസ്റ്റ് വരുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന ഞാൻ വിചാരിക്കണോ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കണോ. മെയിൻലി ഇത്രയും കാര്യം കാണുമ്പോൾ എനിക്ക് എന്താ പറയാ, ഞാൻ ഭയങ്കര മടിച്ചായിട്ടുള്ള ആളാണല്ലേ, ഇതൊക്കെ ചെയ്തു എന്നുള്ളൊരു സംഭവം എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് ഭയങ്കര കുറച്ചും കൂടി ഒരു പ്രൗഡ് ആയിട്ടുള്ള പോലൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം അതാണ് ഈ ഡൺ ലിസ്റ്റ് ചെയ്യുമ്പം ഇതിന്റെ ഛേദോ വികാരം എന്ന് പറയില്ലേ, ഇതിന്റെ ഒരു റിസൾട്ട് നമുക്ക് മാനസിക സുഖം, മനസ്സിനൊരു സുഖം കിട്ടുമല്ലോ. നമ്മുടെ ബ്രെയിനിന്, കണ്ണിന്, എല്ലാത്തിനും സുഖം. നമ്മൾ ഒന്ന് ഹാപ്പി ആവുമ്പോൾ നമ്മൾ ചിരിക്കും, കാണുമ്പോൾ കണ്ണിനൊരു കുളിർമ കിട്ടും, മനസ്സിനൊരു സന്തോഷം കിട്ടും. അപ്പൊ നമ്മുടെ ബോഡിയിൽ തന്നെ കുറെ നല്ല ഹാപ്പിനെസ് കിട്ടണോണ്ട് അത് ഒരു മോട്ടിവേഷൻ ആണല്ലോ നല്ലത്.
കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങളും ഇങ്ങനെ ഡൺ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു സംഭവം കിട്ടും ഇതുപോലെ. ഉറപ്പാണ്, അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ചെറിയൊരു ടാസ്ക് തരാം. നിങ്ങൾ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയാലും മതി. വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെ ഡൺ ചെയ്തു എന്ന് ആലോചിക്കുക. ഇനിയിപ്പോൾ ടു ഡു ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല, നിങ്ങൾ പക്ഷെ കുറച്ച് ചിന്തിക്കുക, ഈ 6 മാസം ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഡൺ ലിസ്റ്റ് ആയിട്ട് ചെയ്തു വെക്കുക. അത് നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കും. സോ ഈ ഒരു ടാസ്ക് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കമന്റിൽ എന്നെ അറിയിക്കുക. അപ്പൊ ഇത്രക്കുള്ള ഈ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുന്ന ഞാൻ വിചാരിക്കണു. എനിക്ക് ഉറപ്പാണ് ഇത് എന്തായാലും നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കുള്ളൂ എന്നുള്ളത്. കാരണം ഞാൻ ഇതാദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അതിന്റെ ഒരു ഗ്രോത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അതിന്റെ ഒരു ഹാപ്പിനെസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വെറുതെ എന്തിനാ പൈസ കൊടുക്കാത്ത കിട്ടുന്ന ഹാപ്പിനെസ് അല്ലേ, അപ്പൊ അതൊക്കെ എന്തിനാ വെറുതെ കളയുന്നത്. അപ്പൊ അതൊക്കെ എൻജോയ് ചെയ്യുക, സ്മോൾ തിങ്സിന് ഹാപ്പി ആവുക. സോ അത്രക്കുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു 6 മന്തിനുള്ള ബാക്കി പ്ലാൻസ് ഒക്കെ ആയിട്ട് പിന്നെ ഞാൻ വരാം. അപ്പൊ അത്രക്കുള്ളൂ. ബൈ.